വീഡിയോയും ഓഡിയോയും നിയന്ത്രിക്കാനുള്ള ചട്ടമായി. അത് നിയമപരമായിട്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കം നിയന്ത്രിക്കാനായിട്ടുള്ള ചട്ടമാണ്. അതിന് കടിഞ്ഞാണിടേണ്ടുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ കൃത്രിമമായിട്ട് പടച്ചു വിടുന്ന ഈ വീഡിയോകൾ ആൾക്കാരിൽ വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയ എന്തിനാ ആൾക്കാർ മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ ഇവർ പടച്ചുവിടുന്നു. അതുമൂലം ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ, ഇവ കണ്ടിട്ട് ഇത് ഒറിജിനലാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. ഇത് കുറേ വർഷങ്ങളായിട്ട് തന്നെ വ്യാപകമായി ഇപ്പോൾ വളരെയധികം സജീവമായി എല്ലാ വ്യക്തികളുടെയും കയ്യിലെത്തിയിരിക്കുകയാണ്. ഇതിൽ കൂടെ തന്നെ പല രീതിയിലുള്ള കണ്ടൻറ്റ് ഇവർ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയുടെ അവിടെ പ്രത്യേക ലേബൽ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിക്കണമെന്നും, ഓഡിയോ ആണെങ്കിൽ ആ ഓഡിയോയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിലോ അത് വ്യക്തമായിട്ട് പറയേണ്ടതാണെന്നുമുള്ള നിയമമാണ് വന്നിരിക്കുന്നത്. ഡിപ്ഫേക്ക് വീഡിയോ, നിർമ്മിത ബുദ്ധി, AI മൂലം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളും നീക്കണമെന്ന് അധികൃതരുടെ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ 3.5 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ്. നേരത്തെ അത് 36 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ നീക്കണമെന്നുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റഗ്രാം പോലുള്ള ഇടനിലക്കാരെ പ്രത്യേകമായിട്ട് തന്നെ ഈ ഒരു കാര്യം ഉടൻ തന്നെ ചെയ്യേണ്ടതാണെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവയിലൂടെയാണ് ഈ AIയുടെ അതിപ്രസരം ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മാജിക്കിനെ വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നത് മാജിക്കിൻ്റെ ഉള്ളറകൾ തുറന്നു കാണിച്ചപ്പോഴാണ് മാജിക്കിനെ കൊണ്ടുള്ള ഇഷ്ടം ആൾക്കാർക്ക് പോയത്. അതുപോലെ തന്നെ WWF, സിനിമ ഇവയുടെ എല്ലാം ഉള്ളടക്കം കാണിച്ചുകൊണ്ട് അത് വിറ്റ് കാശാക്കുമ്പോൾ അവയുടെ നിലവാരം അവിടെ നശിക്കുകയാണെന്നും, അതുപോലെ തന്നെയാണ് AI വരുന്നതോടുകൂടി യഥാർത്ഥ വീഡിയോയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുകയാണെന്നും ആൾക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. AI ഉപയോഗിക്കാം മരിച്ചുപോയ വ്യക്തികൾ, അവരുടേതായിട്ടുള്ള ഫോട്ടോകൾ, പഴയ രീതിയിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ കഴിയാതിരുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ മികച്ച രീതിയിൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട്. മരിച്ചുപോയ വളരെയധികം വ്യക്തികളുടേതായിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ തയ്യാറാക്കിയെടുക്കാം. പഴയ കാലങ്ങളിലുള്ള ശാസ്ത്ര വിവരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ള കാര്യങ്ങളെ അത് വീഡിയോ ആക്കി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയാത്തതായിട്ടുള്ള വീഡിയോകൾ രൂപപ്പെടുത്തിയെടുക്കാം. സാമ്പത്തികമായിട്ട് വളരെയധികം വരുന്നതായിട്ടുള്ള സംഭവങ്ങളെ സാമ്പത്തികം കുറഞ്ഞ രീതിയിൽ ഈ AI മൂലം സൃഷ്ടിച്ചെടുക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ളതായിട്ടുള്ള വ്യക്തികൾ, ശാസ്ത്ര സമൂഹമായിരിക്കാം, മറ്റു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം, പഴയ രീതിയിലുള്ള മൃഗങ്ങൾ, പക്ഷികൾ ഇവയൊക്കെ ആയിരിക്കും. അവയെ ആവിഷ്കരിച്ചുകൊണ്ട് ചെയ്യാം. ഇവയൊക്കെയാണ് AI മൂലം ജനങ്ങൾക്ക് ഗുണകരമായിട്ട് വരേണ്ടത്. അതിനു പകരം കച്ചവട ലാക്കോടുകൂടിയും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിറക്കുന്ന വീഡിയോയും അവ യഥാർത്ഥ വീഡിയോ ലെവലുകൾക്കും ഫോട്ടോ ലെവലുകൾക്കും എന്നു വേണ്ട മികച്ച സൃഷ്ടികൾ ഉണ്ടാക്കുന്നവർക്കും ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഈ പറയുന്ന കൃത്രിമ ലെവലിലൂടെ AI സൃഷ്ടിക്കുന്നത് മൂലവും. അതുമൂലം ഈ നിയമം സർക്കാർ കൊണ്ടുവന്നത് തന്നെ വളരെ നല്ലൊരു നിയമമായിട്ടും അത് ഏറ്റവും കൂടുതൽ മികച്ച രീതിയിലേക്ക് അതിൻ്റെ പരിവർത്തനം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്.